ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, നല്ല ലൈൻഡറാണ്. അപ്പോൾ ലൈൻഡർ ബ്രേക്ക് എന്ന കംപ്ലയിൻറ്റ് ഉണ്ട്, ആ ബ്രേക്ക് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, നിൽക്കാത്തൊരു സിറ്റുവേഷൻ. അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കുക. അപ്പോൾ ലൈൻഡർ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. ഈ കേബിൾ മാറ്റിയിടണം സേഫ്. കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് ഇപ്പോൾ തന്നെ ഒട്ടും വലിയാനില്ല അങ്ങടേക്ക്, അതൊന്ന് മാറ്റിയിടാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളോ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ കൊണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിലില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ബെൻഡെക്സ് യൂണിറ്റൊക്കെ ഓക്കെ വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല നിലവിൽ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ തേമാനമൊക്കെ ഉള്ളൂ, കംപ്ലൈൻറ്റ് എന്ന് പറയാനും മാത്രമൊന്നുമില്ല കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കണമുണ്ട്. ബെൽറ്റും നമുക്ക് എടുക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പൊട്ടുള്ള കാര്യങ്ങളൊന്നും വേറെ പറയത്തക്ക വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ച് ഷൂ ആയാലും നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് ആയാലും ഇവിടെ പറയത്തക്ക വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. എയർ ഫിൽറ്ററൊക്കെ ആയാലും നമുക്ക് ക്ലീൻ ചെയ്തിടാനുള്ളൂ. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പ്ലഗ് ആയാലും പുതിയ പ്ലഗ്ഗാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്നതുകൊണ്ടൊന്നും വേറെ മെയിൻ്റനൻസ് കാര്യമായിട്ട് വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഓയിൽസീൽ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ റൈറ്റ് സൈഡിൽ നല്ല ലീക്ക് ഉണ്ടായിരുന്നല്ലോ അടിഭാഗത്ത്. അപ്പോൾ അതിനകത്ത് ആ പൈപ്പിന് ചെറിയൊരു തേയ്മാനം കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ അഴിച്ച ഓയിൽസീൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിന്നോളും. പക്ഷെ ഇച്ചിരി തേയ്മാനം ഉണ്ട് ആ റൈറ്റ് സൈഡിൽ മാത്രം കേട്ടോ. തൽക്കാലം നമുക്ക് ഓയിൽസീൽ മാറ്റിയിടാം, നമുക്ക് നോക്കാം. ഞാൻ കാര്യമായിട്ടുള്ള ഓട്ടോ ഉള്ളതായിട്ട് തോന്നുന്നില്ല വണ്ടി കണ്ടിട്ട്. ഓയിൽസീൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാം, കിട്ടും തരും. മാക്സിമം അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കൂടി നമ്മൾ കൂട്ടത്തിൽ നടത്തി കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഇരിക്കണ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് തന്നെ 5 ആമ്പിയറിൻ്റെ ബാറ്ററി. അപ്പോൾ 2020 മോഡലാണ് നമുക്കിത് ഇരിക്കണേ. അപ്പോൾ നമ്മളൊന്ന് ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.5 12.5 എത്തുന്നുണ്ട്. അത് ശരിക്കും 12 വോൾട്ടാണ്, അപ്പോൾ മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂസിനകത്ത് കാണിക്കും. ഇതിനകത്ത് കാണിക്കുന്നത് ബാറ്ററി ഡാമേജ് ആയിട്ടാണ്. അപ്പോൾ നിലവിലിപ്പോൾ സെൽഫൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഈ സാധനം കംപ്ലൈൻറ്റ് വരാം. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, ബാറ്ററിയുടെ കണ്ടീഷനെ. അപ്പോൾ ഇപ്പം നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുമേ, അതായത് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ മനസ്സിലാക്കുക ബാറ്ററി ആണെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ കിക്കർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി മെയിൻ സ്റ്റാൻഡിൽ വയ്ക്കുക, കിക്കർ അടിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളൂ. അതിനുശേഷം നമുക്ക് ബാറ്ററി കൊണ്ടൊന്ന് മാറ്റിയാൽ മതി കേട്ടോ. നമുക്ക് കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ ഇത് ഇരിക്കുന്നത് തന്നെയാണ്, ആമറോണിൻ്റെ ബാറ്ററി തന്നെയാണ്. അപ്പോൾ സെയിം അതായിട്ട് തന്നെ എക്സ്ചേഞ്ച് പിടിക്കാം നമുക്ക്. കാരണം എന്താ വെച്ചാൽ 2020 എന്ന് പറയുമ്പോൾ 4 വർഷം കിട്ടിയ എന്തെങ്കിലും നമുക്ക്. അപ്പോൾ മാക്സിമം അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് ആമറോൺ തന്നെയായിട്ട് എക്സ്ചേഞ്ച് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് അവൈലബിൾ ആണ്, നമുക്കത് അറേഞ്ച് ചെയ്യാം. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു കേസ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി റെഡിയാക്കിയിട്ടേ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. ഈ ഫോർക്കിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അയച്ച് നമുക്ക് ഒരല്പം താമസം വന്ന വർക്ക് ആയതുകൊണ്ടാണ് ഡിലേ വന്നേക്കണം കേട്ടോ. തിങ്കളാഴ്ച എന്തെങ്കിലും നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന കണ്ടീഷനിലേക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാം.